ആദ്യം ചിന്തയിലേക്ക്. ചിന്ത. കൊല്ലം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ രൂപീകൃതമായ സമയം മുതൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ്, ഒരു നഗരസഭയാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇവിടെ ജനങ്ങൾ ഇടതുപക്ഷത്തിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും തിരിച്ചു നൽകാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. ദൃശ്യമായി നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വിശപ്പ് രഹിത നഗരമായി 10 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ഗുഡ് മോർണിംഗ് കൊല്ലം പദ്ധതി മുതൽ ഹൈടെക് ആക്കിയ അംഗനവാടികൾ മുതൽ ഇലക്ട്രോണിക് സിസ്റ്റം നമ്മുടെ കോർപ്പറേഷൻ തന്നെ സ്വന്തമായ IT പാർക്ക് തുടങ്ങുകയും ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്ക് സ്വന്തമായ IT പാർക്ക് തുടങ്ങുകയും സ്കിൽടെക് ദീപങ്ങൾ പോലെയുള്ള പദ്ധതികൾ ചെറുപ്പത്തിന് നൽകുകയും തൊഴിൽ മേള സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ ചെറുപ്പത്തിന് കൊടുക്കുകയും. ശരി, പ്രദീപ് കുമാർ. മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. അത്രേ മതി. നോക്കൂ, 3 ദശകങ്ങൾ കാലഘട്ടമാണ് കൊല്ലം കോർപ്പറേഷൻ ഭരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവസരം ലഭിച്ചത്. പക്ഷേ ഈ 3 ദശകങ്ങൾ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ അഴിമതി, സ്വജനപക്ഷാപാതം, അതേപോലെ തന്നെ ധൂർത്ത്, ഈ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം ഉണ്ട്. ടൗൺ ഹാൾ നവീകരണത്തിൽ 1,97,00,000 രൂപയുടെ കരാർ ടെൻഡർ വിളിക്കാതെ ഒരു കമ്പനിക്ക് നൽകി എന്നുള്ള വളരെ വലിയ ഒരു ഗുരുതരമായ അഴിമതി. ടെൻഡർ ഇല്ലാതെ ഇപ്പോൾ ഒരു പദ്ധതി മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ആക്ഷേപങ്ങൾ നഗരസഭയ്ക്കെതിരെ ഉണ്ടോ? കാര്യങ്ങൾ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? യാതൊരു ആക്ഷേപവും കൊല്ലം നഗരസഭയെ സംബന്ധിച്ചില്ല. സംസാരിക്കുന്ന രേഖ നിങ്ങൾ അത് വായിച്ചു നോക്കൂ. ഞാൻ അതിന് മറുപടി പറയാം. വായിച്ചു നോക്കൂ. ഞാൻ ഉന്നയിക്കുന്നത് വസ്തുതാപരമായ രേഖ വെച്ചിട്ടുള്ള കാര്യമാണ്. ശരി. മോഷണല്ലേ? മുഖത്ത് നോക്കി പറ, മോഷണല്ലേ അല്ലേ? ഒരു വിജിലൻസ് കേസ് കൊടുക്കാൻ എന്തായിരുന്നു തടസ്സം? ഞാൻ പറയട്ടെ, പാലക്കാട് തൊട്ട് തുടങ്ങിയ തന്ത്രമാണ്. പാലക്കാട് അവരുടെ ജില്ലാ പ്രസിഡന്റ് ഇറങ്ങി വന്ന് ചൗക്കുറ്റി കടിക്കുക ചെയ്യുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. തള്ളുക ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു തന്ത്രം BJPയുടെ കായികമായി ആക്രമിക്കാവുന്ന തന്ത്ര കയ്യിലിരിക്കുക. ഇങ്ങനെ പേടിക്കലടാ. പ്രതിരോധിക്കാനും അറിയാം. കുറെ നാളായി പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി പറയുകയാണ്, നിങ്ങൾക്കത് നിയമപരമായി നേരിടാം. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. അഴിമതി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയമുള്ള കാര്യമല്ല. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുരീപ്പുഴ ചണ്ടിടിപ്പോ എത്ര വർഷമായി പ്രശ്നമുണ്ടായിരുന്നതായിരുന്നു. അവിടെ ബയോമൈനിങ് നടത്തി എത്രയോ വർഷങ്ങളായി കുന്നുകൂടി കിടന്നിരുന്ന വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം മാറ്റി അവിടെ ഇപ്പോൾ പൂന്തോട്ടമായി IT പാർക്ക് തുടങ്ങാൻ പറ്റുന്ന വിധത്തിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. മനോഹരം, ഗംഭീരം. കുരീപ്പുഴ ചണ്ടി ഡിപ്പോ വൃത്തിയാക്കി അതിനകത്ത് പാർക്ക് വെച്ച് അതിനകത്ത് ഇനി ഒരു AC ഹോട്ടലിലൂടെ കൊണ്ടുവരാമെന്ന് പറയും. ഇത് സത്യാഗ്രഹ പ്രഹസനത്തിന് പ്രസക്തി ഇല്ലാതായിരിക്കുകയാണ്. ഇതാണോ നിങ്ങൾ പറയുന്ന പദ്ധതി? എന്തുവാ ഞങ്ങൾ ഇവിടെ കൊല്ലം നഗരത്തിൽ ഞങ്ങളുടെ പദ്ധതി എന്താണ് താങ്കൾ തീരുമാനിച്ചിങ്ങോട്ട് തരണ്ടല്ലോ. ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. 9 പിക്കപ്പ് വാനുകൾ അവിടെ കിടന്ന് നശിക്കുന്നു. ഇതല്ലാതെ ഇവിടെ അടിയിൽ കൂടെ കുഴിച്ചിട്ട ഈ ലൈൻ അല്ലാതെ, തുരുമ്പെടുത്ത ലൈൻ അല്ലാതെ ഇതിനു വേണ്ടി എന്താ പദ്ധതി? ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. ഒരു പാവം പിടിച്ച മനുഷ്യർ, ഒരു തങ്ങൾ കുഞ്ഞ മുസ്ലിയാര് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പാർക്ക് പണിയിട്ടുണ്ട്. അതിനകത്തങ്ങാണ് പോയി ഇരുന്നാൽ ദൈവമേ വല്ലാത്ത അവസ്ഥയാണ്. കൊരങ്ങന്റെ പൂമാല കൊടുത്തോ. ഇനി വേറെ സാധനമുണ്ട്, സ്ത്രീ സൗഹാർദ്ദ പാർക്ക്. ഏതെങ്കിലും സ്ത്രീകൾ കൊല്ലത്തെന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ സ്ത്രീ സൗഹാർദ്ദ പാർക്ക് എന്ന് പറഞ്ഞ് സന്ദർശിക്കാൻ പോയി കഴിഞ്ഞാണല്ലോ, അവിടുന്ന് മാനാഭിമാനത്തോടെ രക്ഷോട്ട് വരാൻ പറ്റത്തില്ല. എങ്ങനെ ദൂർത്തടിക്കണം അതിലുള്ള പാർക്ക്. ഇനി കൊല്ലത്ത് വേറെ പ്രത്യേകത ഉള്ളൂ ഞങ്ങൾക്ക്, അതറിയാമോ? കൊല്ലത്ത് മാത്രമാണ് ഒരു സവിശേഷമായ പ്രത്യേകത ഉള്ളത്. ഒരു പാലം വന്ന് ഇങ്ങനെ നിൽക്കുക, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഓഹോ, വെരി ഗുഡ്. ഇവിടെ ഓലേക്കടവിൽ ഒരു എങ്ങോട്ട് പോകണം? ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ കൊച്ചുകളെ വിളിച്ചെത്തിയിട്ട് ഇവിടെ ചിത്രകലാ നടത്താം. അല്ല, മറ്റേ വഴി കാണിച്ചു കൊടുത്ത് പറയുന്നുണ്ട് പണ്ട് നമ്മൾ എഴുതുന്നത് ബാലരമയിലൊക്കെ. പാലത്തിന് വഴി കാണിക്കുക, പരിപാടി നടത്താൻ പറ്റിയ സ്ഥലമാണ് കൊല്ലം. ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം പെട്ടെന്നായിരുന്നില്ലേ, ഒന്ന് പ്ലാൻ ചെയ്യാൻ പോലും സാധിച്ചില്ല. ഈ നാട് ഇവർ കട്ടുപിടിച്ച് ഈ നാട് മുഴുവൻ നശിപ്പിച്ച്, റോഡില്ല, മാലിന്യ പ്രശ്നം, അഷ്ടമുടി കായൽ. അയ്യോ, അതാണ് ഏറ്റവും വലിയ കോമഡി.
അഷ്ടമുടിക്കായലിന്റെ നവീകരണമാണ് ഏറ്റവും വലിയ ചിന്ത. നമ്മൾ ഇതിനെ ന്യായീകരിക്കും, കാരണം അതൊക്കെ ഭാവിയുള്ള പുതുതലമുറ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഇവർക്ക് എപ്പോ കാശ് വേണോ അപ്പൊ ഇതെല്ലാം നവീകരിക്കും. കള്ളന്മാർക്ക് അവമാനമാണടാ. നമ്മൾ ജനങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നവരാ. പരസ്പരം പറ്റിക്കാതിരുന്നാൽ കാലാവധി തീരുന്നത് വരെ നമുക്ക് ഭരിക്കാം. പറഞ്ഞു ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ കൊല്ലത്തെ ജനങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. ആള് കൊള്ളാവല്ലോ, കടുവാ ഫാമിലിയെ പിടിച്ച കിടുവേ. കൊല്ലം കോർപ്പറേഷൻ 30 വർഷം ഭരിച്ചിട്ട് ഇവിടെ എന്ത് ഉണ്ടാക്കി കൊടുത്തു ഞങ്ങള്? പുള്ളിക്കട കോളനി, കേശവ ടൗൺ ഹാള്, ഇതൊക്കെ ആർക്കോട്ട് മേയറെ കല്യാണം നടത്തിയോടെ ഇത് ടൗൺ ഹാള് 30 വർഷം ഭരിച്ച് ഇവിടെ ഒന്നും ചെയ്തില്ല. കൊല്ലത്തിന് വേണ്ടിട്ട് എന്ത് ചെയ്തു നിങ്ങള്? ചേട്ടാ 30 വർഷം ഒന്നും ചെയ്തില്ല. നമ്മൾ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇവരൊക്കെ എന്താണ് ഈ മനസ്സിലാകാത്തത്? ചേട്ടാ കല്യാണം നടത്താനുള്ള പൈസ പിന്നെ ആരുണ്ടായി കൊടുക്കും? അഴിമതി വിളിച്ചു പറയുകയാണ് ചിന്ത. പതുക്കെ പറ. എന്തിനു പതുക്കെ കേൾക്കണം? ഓരോ നിമിഷം ഞാനിവിടെ ശ്വാസം മുട്ടിയ കഴിയണേ. ആരാണ് ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കാനുള്ള പണം കൊടുത്തത് എന്നാണ് BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലിൽ. ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുന്നു, 1,97,00,000 രൂപയുടെ പ്രവർത്തനം വർക്ക് ടെൻഡർ ഇല്ലാതെ കൊടുത്തത് അഴിമതിയാണെങ്കിൽ അതിന്റെ വിവരാവകാശ രേഖ സെക്രട്ടറി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഴിമതിയാണ്. അല്ല സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ അഴിമതി എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈ രേഖ 6 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതേ മാതൃഭൂമി ന്യൂസിൽ ഇതേപോലെ പരിപാടി കണ്ടെത്തുമ്പോ ഇതിന് കേസ് കൊടുത്തിട്ടേ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ. അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. നിങ്ങൾ ആ ടീം ബിയുടെ ക്യാപ്റ്റൻ. അതെന്താണ് അങ്ങനെ? അതങ്ങനെ ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ഈ 10 വർഷം നമ്മുടെ LDF ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷമാണ് എന്റെ വീടിനടുത്ത് ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ ഉണ്ട്. 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വന്ന മാറ്റം എന്ന് പറയുന്നത് ആ തുണ്ടിനെ മരുന്നാക്കി തന്നത് LDF ഗവൺമെന്റാ. സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് ഗ്രാന്റ് പേര് മാറ്റി, വീണ ജോർജ് പേര് മാറ്റി ആയുഷ് ആരോഗ്യ മന്ദിർ, അതാ പുതിയ പേര്. ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക്, ഭരണത്തിലേക്ക് കടക്കുമ്പോൾ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുമ്പോഴത്തേക്ക് ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. പ്രകടന പത്രികയിൽ 5 വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പറയുന്നത്. ഞാൻ നിങ്ങളുടെ പുള്ളിക്കടയിലെ കൗൺസിലർ ഹണി ബെഞ്ചമിന്റെ പ്രകടനത്തെ സഹോദരിക്ക് ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കടയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കും. എവിടെ നടപ്പിലാക്കിയത്? ഇന്നും ജനങ്ങള് ശൗചാലയം പോലും നരകയാത്ര അനുഭവിക്കുക. വ്യാജ വാഗ്ദാനം കൊടുത്തു, നരകയാത്ര അനുഭവിക്കുക. നിങ്ങൾക്ക് എല്ലാ സൗകര്യമുണ്ട്, ആ ജനങ്ങൾക്ക് ഒരു സൗകര്യമില്ല സഹോദരി. ആ റെയിൽവേയുടെ ഭൂമി വാങ്ങിക്കാനുള്ള കഴിവില്ലെങ്കിൽ രാജിവെച്ച് പോകുന്നേ. ഞങ്ങൾ കൊണ്ടുവരാന്നേ, ഞങ്ങൾ അധികാരത്തിൽ വരുന്നുണ്ടേ, ഞങ്ങൾ കൊണ്ടുവരാം. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറിയിട്ടു. നേരത്തെ തൊഴിലില്ലായ്മയെ പറ്റിയും ധാരാളം തൊഴിൽ കൊടുത്തതിനെ പറ്റിയൊക്കെ വാദോരാ സംസാരിക്കുന്നത് കേട്ടു. ഒരു 500 പേർക്ക് 25 വർഷമായിട്ട് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംരംഭം ഈ കൊല്ലം കോർപ്പറേഷനിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്താചരം പറയാൻ തയ്യാറാണ്. ഒരു ചോദ്യം കൂടെ. അങ്ങനെയൊക്കെ ചോദിച്ചാലും ഇപ്പൊ എങ്ങനെ ഒന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൊല്ലം കോർപ്പറേഷനിൽ അംഗനവാടികളുടെ പ്രവർത്തനത്തിനും അതിന്റെ വികസനത്തിനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സഹായമോ ഫണ്ടോ ലഭിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ മേള നടത്തി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുക്കുന്നു. നഗരത്തിൽ നടപ്പിലാക്കിയ 500 യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന സംരംഭം അല്ല തൊഴിൽ മേള കഥയിലാണ് വെച്ചത്. 500 ചെറുപ്പക്കാർക്കാണ് തൊഴിൽ കൊടുത്തത്. ആ പദ്ധതിയുടെ പേരാണ് സ്കിൽ ടെക് ദീപങ്ങൾ. ഈ 2 പദ്ധതികൾ വ്യക്തമായി ഞാൻ പുള്ളിക്കടയിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ പുള്ളിക്കടയിൽ താമസിക്കുന്ന നിവാസിയാണ്. എനിക്ക് അവിടെ ഒരു വികസനവും കണ്ടിട്ടില്ല. ഇന്നും ഇരുട്ടിന്റെ മറവിലാണ് സ്ത്രീകൾ പോയിട്ട് ബാത്റൂം സൗകര്യം ചെയ്തത്. ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അല്ലാതെ വേറെ അവിടെ ഒന്നും കെട്ടിക്കൊണ്ടിട്ടില്ല. ബാത്റൂം ഇത് കഴിച്ചിട്ട് തിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ആ ഭൂമി എന്ന് പറയുന്നത് റെയിൽവേയുടെ കൈവശം ഇരിക്കുന്നതാണ്. അതിന് MP-യും കേന്ദ്ര ഗവൺമെന്റുമാണ് നിലപാട് സ്വീകരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് കൗൺസിലർ ശ്രീമതി ഹണിയും മുൻ മേയർ ശ്രീമതി പ്രസന്ന ഏണസ്റ്റും ഏറ്റവും വ്യക്തമായി ഇടപെട്ട് അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്.